മെന്റൽ ഹെൽത്ത്. ഇതിനെക്കുറിച്ച് അധികം ആരും അവെയർ അല്ല, അധികം ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, കോൺഷ്യസ് ആയിട്ട് കാണുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം അതിനെക്കുറിച്ച് കോൺഷ്യസ് ആകുന്നുണ്ട്, എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്, എത്രത്തോളം അതിനെക്കുറിച്ച് അവെയർ ആണോ, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ കാണണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് മെന്റലി വീക്കായി പോകും. ഓക്കെ, നമ്മൾ ഫിസിക്കലി എത്ര സ്ട്രോങ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, മെന്റലിയും കൂടെ നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയാൽ മാത്രമാണ് നമ്മൾ ആ ഒരു പ്രൊപ്പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് മെന്റലി ഫിസിക്കലി സ്ട്രോങ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, മെന്റലി നിങ്ങൾ ഹെൽത്തി ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. മെയിനായിട്ട് 3 കാര്യങ്ങളാണ് കേട്ടോ വരുന്നത്. എനിവേ, വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ വെൽബീയിങ് ആണ്. നമ്മൾക്കറിയാം നമ്മുടെ ഇമോഷൻസ് ഒന്നും സ്ഥിരമായിട്ട് ഒരുപോലെയൊന്നും ആയിരിക്കില്ല ഇരിക്കുന്നത്, അല്ലേ? ഇന്നലെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഓരോ നിമിഷവും അത് മാറിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ പോലെ ആവില്ല ഇന്നത്തെ പോലെ ആവില്ല നാളെ, ചിലപ്പോൾ ഈ ഒരു ഇരിക്കുന്ന മൊമെൻറ്റ് പോലെ ആയിരിക്കില്ല അടുത്തൊരു മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അല്ലേ? അപ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതിനെ നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൽ ചിന്തിക്കേണ്ട, ഈ ഒരു ഇമോഷണൽ വെൽബീയിങ്ങിൽ ചിന്തിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ സ്വയം വിലയിരുത്തുക. നമ്മളിപ്പോൾ ദേഷ്യത്തിലിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്തും നിങ്ങളുടെ ഇമോഷൻ എന്താണ്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ നല്ലോണം സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യം ചിലപ്പോൾ ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ നല്ല ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുറത്ത് വരുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് സങ്കടമായിരിക്കും, അല്ലേ? അതെന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. എങ്ങനെയാണ് നിങ്ങളൊരു ഇമോഷനിൽ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ഫീലിങ്സ് ഔട്ടായിട്ട് പോകുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളിപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ പരാജയപ്പെട്ടു പോകുന്ന സമയത്ത്, ദേഷ്യപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് ടഫായിട്ടുള്ള ഒരു മൊമെൻറ്റ് വരുന്ന സമയത്ത്, ആ സമയത്തൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ആ സമയത്ത് നിങ്ങളെ ഒരു സപ്പോർട്ട് നിങ്ങൾ തന്നെ കൊടുക്കുന്നത്, എങ്ങനെയാണ് ഒരു സാഹചര്യം ഓവർകം ചെയ്തു വരുന്നത് എന്നുള്ളതും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യമാണ് ബിഹേവിയറൽ വെൽബീയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇമോഷണൽ വെൽബീയിങ്, രണ്ടാമത്തത് ബിഹേവിയറൽ വെൽബീയിങ് എന്ന് പറയും. ഇതിൽ മെയിനായിട്ട് വരുന്നത് ആക്ട് ആൻഡ് ഇൻട്രാക്റ്റ് ആണ്. ആക്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ ഇൻട്രാക്റ്റ് ആണ്, നമ്മൾ എങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്നു എന്നുള്ള കാര്യം. ഇതൊക്കെ നിങ്ങൾ സ്വയം വിലയിരുത്തണം കേട്ടോ കേൾക്കുമ്പോൾ. അപ്പോഴാണ് നിങ്ങൾ മെൻ്റലി ഹെൽത്തി ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്വയം പെരുമാറുന്നതും മറ്റുള്ളവരോട് പെരുമാറുന്നതും എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ മെൻ്റലി ഫിസിക്കലി ഹെൽത്തി ആണെങ്കിൽ, പക്കയായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിഹേവിയറിലും ഈ ഒരു റിഫ്ലക്ഷൻ പക്കയായിട്ട് വരും. ഓക്കെ, അല്ലാത്ത പക്ഷം എന്താണെന്ന് വെച്ചാൽ ഈ ബിഹേവിയറൽ വെൽബീയിങ് ആകെ പ്രശ്നത്തിലാണ്, നമ്മളിത് സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തം ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സിറ്റുവേഷൻ അവിടെ വരികയാണ്. നമ്മുടെ പെരുമാറ്റം ഒന്നും കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല, അല്ലേ? നമ്മുടെ ഫാമിലിയിൽ ഇഷ്യൂസ് വരും. അതുപോലെ തന്നെ നമുക്ക് വർക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു അഡിക്ഷൻ വരും നമുക്ക് എന്തിനോടെങ്കിലും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈറ്റിംഗ് ഡിസോർഡർ വരും. ഒന്നിലേ നമ്മൾ നന്നായിട്ട് കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ വിശന്നിരിക്കും, ഒന്നും കഴിക്കത്തുമില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഇതുകൊണ്ട് വരുന്നുണ്ട്. ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ നന്നായിട്ട് പെരുമാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള മെൻ്റലി ഫിസിക്കലി നമ്മൾ ഓക്കെ ആയിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് വെൽബീയിങ് ആണ്. നമ്മൾ ചിന്തിക്കുന്ന രീതി, തീരുമാനങ്ങൾ എടുക്കുന്ന രീതി, സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. ഇതൊക്കെ നേരെ തലതിരിഞ്ഞ് ഉൾട്ടയായുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചിന്തയെ അത് ബാധിക്കും, നമ്മുടെ പ്രവൃത്തിയെ അത് ബാധിക്കും, നമ്മുടെ ഇമോഷൻസിനെ അത് ബാധിക്കും, നമ്മുടെ വർക്കിനെ അത് ബാധിക്കും, നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല, മൊത്തം ഉൾട്ടയായിട്ട് മാറും. അപ്പോൾ ഇത് 3ഉം കറക്റ്റ് ആയാൽ മാത്രമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഫിറ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. എന്തൊക്കെയാണത്? ഇമോഷണൽ വെൽബീയിങ്, അതുപോലെ തന്നെ ബിഹേവിയറൽ വെൽബീയിങ്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് വെൽബീയിങ് എന്ന് പറയുന്നത്. ഇത് 3 ഫിറ്റ് ആയാലാണ് നമ്മൾ മെൻ്റലി ഫിറ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ, മെൻ്റലി ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ പെരുമാറ്റത്തിനെ നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നമ്മുടെ തീരുമാനങ്ങളെ, നമ്മുടെ ചിന്തകളെ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ഇഷ്യൂസ്, നമ്മുടെ പ്രൊഡക്റ്റീവ് അല്ലാണ്ടായിട്ട് മാറും, നമുക്ക് അഡിക്ഷൻ വരും, ഈറ്റിംഗ് ഡിസോർഡർ വരും, അങ്ങനെ
മൊത്തം നമ്മൾ ഫിറ്റ് അല്ലാത്ത ഒരു രീതിക്ക് മാറും. നമുക്കിതൊക്കെ ഫിറ്റാക്കി എടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുക, വിശപ്പിനനുസരിച്ച് കറക്റ്റായിട്ട് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, നല്ലോണം ഉറങ്ങുക. മിനിമം ഒരു 6-7 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വർക്കൗട്ട് നിർബന്ധമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫിസിക്കലി അത്യാവശ്യം ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയത്താണ്, വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഡോപ്പമൈൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. നമ്മളെ എനർജറ്റിക് ആയിട്ട് നമ്മളെ ഇത്തരത്തിലുള്ള ഹോർമോൺസ് ഇരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺസ് ആണ് ഈ ഹാപ്പി കെമിക്കൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഉറങ്ങുമ്പോൾ നിങ്ങൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇമോഷൻസ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ബിഹേവ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ മെൻ്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാത്ത പക്ഷം ഈ ഉറക്കക്കുറവ്, ഫുഡ് കഴിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓവറായിട്ട് ഫുഡ് കഴിക്കുക, ഓവറായിട്ട് ഉറങ്ങുക, വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെ മുഷിഞ്ഞിരിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളും ഓട്ടോമാറ്റിക്കലി ഭയങ്കര തൂങ്ങിപ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്തിട്ടും അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പ്രൊഫഷണലിനെ മീറ്റ് ചെയ്യുക. ഒരു കൗൺസിലർ ആണോ അല്ലെങ്കിൽ തെറാപ്പി ആണോ നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് മനസ്സിലാവുക. അതിനൊന്നും നിങ്ങൾ മടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ, ന്യൂട്രീഷനിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തന്നെയാണ് മെൻ്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൗൺസിലേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കുക. നോർമലായിട്ട് കാണുക. അല്ലാണ്ട് എനിക്കെന്തോ വലിയ മെൻ്റൽ ഇഷ്യൂ ഉണ്ട്, ഞാനെന്തോ വട്ടാണ്, ഇതാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര നോർമലായിട്ട് കാണാം. നമ്മൾക്ക് എന്തെങ്കിലും മെൻ്റലി ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലാതെ ഒരു കൗൺസിലറെയോ എന്താണെന്ന് വെച്ചാൽ ആരെയും കണ്ട് തീർക്കാൻ പറ്റുന്ന വിഷയമാണെന്നുണ്ടെങ്കിൽ അങ്ങ് തീർത്ത് കളയുക, ഒന്നും വെച്ചിരിക്കേണ്ട കേട്ടോ.